ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ റീൽസ് ചിത്രീകരണം നടത്തിയ വിഷയത്തിൽ കേസെടുക്കാതെ പോലീസ് ഗുരുവായൂർ ദേവസ്വം നൽകിയ പരാതി കോടതിയിലേക്ക് കൈമാറിയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഈ വിഷയത്തിൽ കൈ കഴുകിയത്. അതീവ സുരക്ഷാ മേഖലയിൽ നടത്തിയ റീൽസ് ചിത്രീകരണം പോലീസ് ഗൗരവത്തോടെ കാണുന്നില്ല എന്ന ആക്ഷേപവും ഉയരുകയാണ്. ഇതിനിടെ നിരോധിത മേഖലയിലെ ചിത്രീകരണത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ മാപ്പ് പറഞ്ഞ് തടിയൂരാനും ശ്രമം നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, എന്തായാലും പോലീസ് നടപടിക്കില്ല എന്ന സൂചനകൾ നൽകുന്നു. അതായത് യാതൊരു നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലീസ് മുതിരുന്നില്ല. പക്ഷേ ദേവസ്വം ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റീൽസ് താരം, അതായത് ബിഗ് ബോസ് താരമാണ്, അവർ സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. ഇവർ ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞ് തടിയൂരിയാൽ അത് അവിടം കൊണ്ട് തീരുമോ സാനു? രാഖി, മാപ്പ് പറഞ്ഞ് ജാസ്മിൻ ജാഫർ തടിയൂരി എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം ജാസ്മിൻ ജാഫർ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ആയിട്ട് മാത്രമാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഹൃദയവേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, താൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു സ്റ്റോറി മാത്രമാണ് ഇട്ടത്. അതായത് അവരവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തച്ചുടച്ചുകൊണ്ടാണ് അവർ ഈ അവിടുത്തെ ക്ഷേത്രത്തിലെ പരിപാവനമായിട്ടുള്ള ക്ഷേത്രക്കുളത്തിൽ പോയിട്ട് റീൽസ് ചിത്രീകരിക്കുകയും ഒപ്പം തന്നെ അത് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴി പങ്കുവെക്കുകയും ചെയ്ത് കഴിഞ്ഞ 5 ദിവസം മുൻപായിരുന്നു ഈ സംഭവം നടന്നത്. അതായത് ഈ റീൽസ് ചിത്രീകരിച്ച് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം അവർ പങ്കുവെച്ചതിന് ശേഷമാണ് ഈ വിവരം ഗുരുവായൂർ ദേവസ്വം അറിയുന്നത്. ഗുരുവായൂർ ദേവസ്വമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ജാസ്മിൻ ജാഫറിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകുന്നത്. ഈ പരാതി ലഭിച്ചതിന് ശേഷം പോലീസ് ആദ്യഘട്ടത്തിൽ ഒന്നും ചെയ്തില്ല. യാതൊരു നടപടികളും സ്വീകരിക്കാതിരുന്ന പോലീസ് ഈ പരാതി പൊടുന്നനെ എടുത്ത് കോടതിയിലേക്ക് കൈമാറുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ SHOയുമായി ബന്ധപ്പെട്ടപ്പോൾ SHO പറഞ്ഞ മറുപടി, അതായത് ഇത് ഞങ്ങൾ കോടതിയിലേക്ക് കേസ് കൈമാറി, തങ്ങൾക്ക് കിട്ടിയ പരാതി കോടതിയിലേക്ക് കൈമാറി, കോടതിയാണ് ഇനിയും എന്ത് ചെയ്യണം എന്ന് പറയേണ്ടത് എന്ന് പറഞ്ഞ് പോലീസ് പൂർണ്ണമായിട്ടും കൈയൊഴിയുന്ന ഒരു കാഴ്ചയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് വലിയ സുരക്ഷാ മേഖലയാണ്, അതീവ പ്രാധാന്യമുള്ള പ്രദേശമാണ്. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിനും പരിസര പ്രദേശങ്ങൾക്കടക്കം സായുധ പോലീസ് കാവൽ നിൽക്കുന്ന പ്രദേശത്ത് എങ്ങനെ ഇവർ ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ഈ പരിപാവനമായിട്ടുള്ള കുളത്തിലിരുന്ന് റീൽസ് ചിത്രീകരിച്ചു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. കാരണം CCTV അടക്കം ഉള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്, അതിന്റെ നിരീക്ഷണമുണ്ട്, ഒപ്പം തന്നെ പോലീസിന്റെ നിരീക്ഷണമുണ്ട്, സായുധ പോലീസിന്റെ സംരക്ഷണമുണ്ട്. ഇതെല്ലാം മറികടന്നുകൊണ്ട് അവർ ആ കുളത്തിലെത്തി റീൽസ് ചിത്രീകരിക്കുന്നു. ഇതെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളുടെ കണ്ണും വെട്ടിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനം എന്തുകൊണ്ട് പോലീസ് അറിഞ്ഞില്ല? അല്ലെങ്കിൽ ആരുടെ അനുവാദത്തോടു കൂടിയാണ് ഇവർ ഈ ക്ഷേത്രക്കുളം വരെ എത്തിയത്? ജാസ്മിൻ ജാഫറും അതേപോലെ സംഘവും എങ്ങനെ ഇവർ ഈ കുളം വരെ എത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ വലിയ ദുരൂഹമായി തുടരുകയാണ്. ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയും ഈ കാര്യത്തിൽ കടുത്ത നിലപാടുമായിട്ട് അല്ലെങ്കിൽ കടുത്ത പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി P സുധാകരൻ പറഞ്ഞിരിക്കുന്നത് ഇത് വലിയ സുരക്ഷാ വീഴ്ചയാണ്, അതേപോലെ തന്നെ മതവികാരം വ്രണപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജാസ്മിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള റീൽസ് ചിത്രീകരണം നടത്തിയത്. ഇതിനെതിരെ പോലീസിന്റെയും ഒപ്പം തന്നെ കോടതിയുടെയും ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഒപ്പം തന്നെ BJPയും ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ ഗുരുവായൂർ ക്ഷേത്രത്തെ വിവാദങ്ങളുടെ മുൾമുനയിൽ നിർത്തുന്നതിന് വേണ്ടി ചില ഗൂഢ ലക്ഷ്യങ്ങളുമായിട്ട് ചിലർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർ റീൽസിന്റെ രൂപേണ, വീഡിയോകളുടെ രൂപേണയൊക്കെ ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളിലും കറങ്ങി നടക്കുന്നു എന്ന് BJPയും ആരോപിക്കുന്നു. അതായത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് നമുക്ക് മാധ്യമങ്ങൾക്കടക്കം വിലക്കുള്ള സ്ഥലമാണ്, അതേപോലെ തന്നെ മൊബൈൽ ഫോണുകൾക്കടക്കം നിയന്ത്രണമുള്ളൊരു പ്രദേശമാണ് ഗുരുവായൂർ ക്ഷേത്രവും ആ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളും. അവിടെ ഇവർ എങ്ങനെ മൊബൈലുമായിട്ട് എത്തുന്നു, അല്ലെങ്കിൽ ഈ ക്യാമറയുമായിട്ടെത്തി എങ്ങനെ റീൽസ് ചിത്രീകരിച്ചു എന്നുള്ളത് കണ്ടെത്തണം. അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഒപ്പം തന്നെ ഒരു മാപ്പിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവർ ചെയ്തു കൂട്ടിയതെന്നും ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ആവശ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന, അല്ലെങ്കിൽ ക്ഷേത്രത്തെ ഭാഗമാക്കിക്കൊണ്ട് നടക്കുന്ന റീൽസ് വിൽപ്പന അത് പൂർണ്ണമായിട്ട് നിരോധിക്കണമെന്നുള്ള ആവശ്യവും ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. രാഖി, ശരി സാനു, ചെറിയൊരു ഇടവേള.